ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാ കണ്ടോ, ഒരു കുട്ടി ഊഞ്ഞാലാടുന്നതായിട്ടുള്ള ഒരു പിക്ചറാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇവിടെ സാറ്റൻ റിബൺ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് അതിൻ്റെ സ്കേർട്ടിനായിട്ട് ഇതാ കണ്ടോ, ഇതുപോലെ ആദ്യത്തെ ആ മടവ് കണ്ടല്ലോ, കുറച്ച് അകത്തോട്ട് മടക്കി വെച്ച് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് നിർത്തി വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതൊക്കെ ഇതില്ലെങ്കിൽ ഇതിൽ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ നോർമൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ പിന്നെ ഈ നമ്മുടെ ഈ മെഷീനിൽ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ മടക്കി ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ശേഷം പിന്നെ നമ്മൾ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പ്ലീറ്റ് ഇട്ട് ഇതുപോലെ തന്നെ ഓരോ പ്ലീറ്റും നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് കൊടുക്കണം. കണ്ടോ, എപ്പോഴും നമ്മൾ സ്കേർട്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും താഴേന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. മുകളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭംഗി കിട്ടില്ല. നമ്മൾ ഇതുപോലത്തെ എന്ത് കാര്യം ചെയ്താലും ഏറ്റവും താഴെ സ്കേർട്ടിൻ്റെ പോലെയൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കെല്ലാം താഴേന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ലെയർ തൊട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ ഇതിൻ്റെ പുറത്തൂടെ അങ്ങനെ ആകുമ്പോഴേ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. നമ്മൾ മടക്കി വെച്ചിട്ട് നീങ്ങുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് ഒന്ന് തെറിക്കുന്നുണ്ട്. അവിടെ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഇതായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ വെച്ച് നമ്മൾ സാധാരണ നീതി വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാൻ പിന്നെ പെട്ടെന്ന് ഈ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കുന്നു. നമ്മളങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പേര് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നെ വിശ്വസിച്ചാണല്ലോ തുടങ്ങിയത്, അതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സായിട്ട് മെഷീൻ എംബ്രോയ്ഡറി പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത്. അടുത്ത നമ്മൾ ആ കൈ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് തന്നെ ആ കൈ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലും കൈ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്കിന്നിൻ്റെ കളറ് അത്രയ്ക്ക് ഉള്ളതില്ലാത്തത് കൊണ്ട് ഒരു യെല്ലോയോ അല്ല, കാണുന്ന യെല്ലോ പോലെ തോന്നുന്നു മാത്രമായിട്ട്, പക്ഷേ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ കയറും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കയറിനൊരു ബ്ലൂ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് കയർ ചെയ്തെടുക്കുന്നത്. ഏകദേശം മഞ്ഞ കളർ തന്നെ ആയിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു മഞ്ഞ മയമാവും. അതുകൊണ്ട് ത്രെഡ് ഒരു ബ്ലാക്ക് കളർ കൊടുത്തായിരുന്നു. ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കയറെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലൂടെ ഒരു ആ മരത്തിൻ്റെ കൊമ്പിൽ കൂടെ ചെറിയൊരു വള്ളി പോലെ ചെറിയൊരു ചെടി തൂങ്ങിക്കിടക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കൂടെ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് 2-3 ലീഫ് അവിടെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ വള്ളിയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ആ കയറിൽ ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്നതായിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വീതി കൂട്ടിയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ആ വള്ളി കണ്ടോ, ആ ഷേപ്പിന് കിടക്കുന്ന റൗണ്ട് അടിച്ച് കിടക്കും പോലെ, സ്പ്രിങ് പോലെ, അപ്പോൾ അതുപോലെയും ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആ മരത്തിൻ്റെ മുകളിൽ കൂടെ ചുറ്റി വരുന്നതായിട്ട് വീണ്ടും ഇപ്പുറത്തെ കയറിലൂടെ അതിങ്ങനെ പിടഞ്ഞ് കിടക്കുന്നതായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ കൂടെ തന്നെ 2-3 ലീഫും കൂടെ കൊടുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു ചുമന്ന ഒരു ഫ്ലവറും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ലീഫൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറും കൂടെ ചെയ്തെടുക്കാം. ഹെയർ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ആങ്കറിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ആങ്കറിൻ്റെ ത്രെഡ് ഉപയോഗിച്ച് ഇതുപോലെ
സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിനേക്കാളും ഒരല്പം കൂടെ നീളം കൂട്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്ത ശേഷം അടുത്ത ലെവല് കറക്റ്റ് ആക്കുമ്പോൾ ഇല്ലെങ്കിൽ നന്നായിട്ട് ഹെയർ കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടിയെടുക്കുക. അതിനുശേഷം എന്താ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാ ഹെയറിൻ്റെയും തുമ്പ് വന്ന ഭാഗം കട്ട് ചെയ്തെടുത്ത് ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട്. ചീകിയതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യണം, ചെറിയ പല്ലുള്ള ചീപ്പിട്ട് ചീകണം, എങ്കിലേ അത് നന്നായിട്ട് വരികയുള്ളൂ. ശേഷം ഇതുപോലെ ചീകിയെടുത്ത ശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ലെവൽ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത ശേഷം ഞാൻ ഹെയറിൽ ഒരു റിംഗ് നോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ മുടി കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഫീൽ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നമുക്ക് ഹൂപ്പ് എംബ്രോയ്ഡറി ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നതിന് ബൈ.